15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വഴിയൊരുക്കി നാട്. മംഗലാപുരത്തു നിന്നും എറണാകുളത്തേക്ക് 400 കിലോമീറ്റർ പിന്നിട്ടത് 5.5 മണിക്കൂറിൽ. ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇരിങ്ങാലക്കുടയിൽ അമ്മയെ മകൻ തീവച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മകൻ വിഷ്ണു പോലീസ് കസ്റ്റഡിയിൽ. ഏങ്ങണ്ടിയൂർ ചിപ്ലിമാട് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ ഒഴിഞ്ഞ കുടങ്ങളുമേന്തി വീട്ടമ്മമാരുടെ പ്രതിഷേധം. ഏങ്ങണ്ടിയൂർ ഏത്തായിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. നമസ്കാരം. വാർത്തകൾ വിശദമായി. മംഗലാപുരത്തു നിന്നും ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് അതിവേഗ ദൌത്യവുമായി ആംബുലൻസ് യാത്ര. രാവിലെ 11:15 മംഗലാപുരത്തു നിന്ന് ആംബുലൻസ് പുറപ്പെട്ടത്. കാസർഗോഡ് സ്വദേശികളായ സാനിയ മിത്താഹ് ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആംബുലൻസിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് എത്രയും വേഗത്തിൽ കുഞ്ഞിനെ എത്തിക്കുകയെന്ന ശ്രമകരമായ ദൌത്യമാണ് ഇവർ ഏറ്റെടുത്തത്. 620 കിലോമീറ്റർ ദൂരം 10 മണിക്കൂർ കൊണ്ടെത്തിക്കാനുള്ള യാത്രയ്ക്ക് സഹായകമായി റോഡ് ക്രമീകരിക്കാൻ സമൂഹം ഒന്നിച്ചു നിന്നു. പിന്നീട് സർക്കാർ നിർദ്ദേശപ്രകാരം ചികിത്സ കൊച്ചി അമൃത ആശുപത്രിയിൽ നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. ആംബുലൻസ് കടന്നുപോയ ഇടങ്ങളിൽ പോലീസും പ്രദേശവാസികളും വഴിയൊരുക്കി. ഉച്ചയ്ക്ക് 3:10 ആംബുലൻസ് കുന്നംകുളം വഴി കടന്നുപോയത്. പാലിയേക്കര ടോൾ പ്ലാസയിലും ആംബുലൻസ് കടന്നുപോകാൻ പ്രത്യേക പാത സജ്ജമാക്കിയിരുന്നു. ആംബുലൻസിന് കിഴക്കേക്കോട്ട മുതൽ പുതുക്കാട് വരെ CN ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ICU ആംബുലൻസ് എസ്കോർട്ട് ഒരുക്കി. മംഗലാപുരത്തു നിന്ന് എറണാകുളത്തേക്ക് 5.5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് ഓടിയെത്തിയത്. കുഞ്ഞിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുടയിൽ അമ്മയെ മകൻ തീവച്ച് കൊലപ്പെടുത്താൻ ശ്രമം. തിങ്കളാഴ്ചയാണ് കൊലപാതക ശ്രമം നടന്നത്. കുടുംബ വഴക്കിനെ തുടർന്ന് വെസ്റ്റ് കോമ്പാറ സ്വദേശിനി ലീലയെ മകൻ വിഷ്ണു മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തുകയായിരുന്നു. ഗുരുതരമായ പൊള്ളലേറ്റ ലീലയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ലീലയുടെ ശരീരത്തിൽ 50% പൊള്ളലേറ്റിട്ടുണ്ട്. വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏങ്ങണ്ടിയൂർ ചിപ്ലിമാടിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉടൻ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ഒഴിഞ്ഞ കുടങ്ങളുമേന്തി വീട്ടമ്മമാരുടെ പ്രതിഷേധം. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് 16-ാം വാർഡിൽപ്പെടുന്ന 50ഓളം കുടുംബങ്ങളാണ് തളിക്കുളം കച്ചേരിപ്പടിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. കഴിഞ്ഞ 9 വർഷമായി ചിപ്ലിമാട് മേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷേധ സമരം ഗിന്നസ് മുരളി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ദാഹജലം എല്ലാവർക്കും എത്തിക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് അതിന് കഴിയാത്തത് സ്നേഹമില്ലായ്മയാണെന്ന് മുരളി നാരായണൻ പറഞ്ഞു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ജില്ലാ പ്രസിഡന്റ് മനോജ് കുന്നത്ത്, ഹരി തൃത്തല്ലൂർ, വിനയൻ തോപ്പിൽ, AS ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. തൃത്തല്ലൂർ ഏഴാങ്കല്ല് സ്വദേശി മാളുതറ വീട്ടിൽ സിദ്ധാർത്ഥൻ മകൻ 28 വയസ്സുള്ള രമേശാണ് മരിച്ചത്. ഏത്തായ് സെന്ററിൽ കഴിഞ്ഞ 8-നായിരുന്നു അപകടം. രമേശ് സഞ്ചരിച്ച ബൈക്കും എതിരെ വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകട സമയത്തൊപ്പമുണ്ടായിരുന്ന തൃത്തല്ലൂർ ഏഴാങ്കല്ല് സ്വദേശി കല്ലയിൽ വിപിൻ പരിക്കുകളോടെ ഇപ്പോഴും ചികിത്സയിലാണ്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് യാത്രക്കാരിക്ക് പരിക്ക്. നമ്പീശംപടി വെള്ളറ വീട്ടിൽ ലൂസി കുര്യാക്കോസിനാണ് പരിക്കേറ്റത്. സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴിയിലെ സീബ്ര ക്രോസിലൂടെ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന ലൂസിയെ ബസ് ഇടിക്കുകയായിരുന്നു. കാൽ ടയറിനിടയിൽപ്പെട്ട് ചതഞ്ഞു. നഗരത്തിലെ പുതിയ ഗതാഗത പരിഷ്കാരത്തെ തുടർന്ന് സീബ്ര ലൈനിലൂടെയാണ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത്. പരിക്കേറ്റ ലൂസിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള വടമയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാർ ഓടിച്ചിരുന്ന കുരുവിലശ്ശേരി സ്വദേശി ബിജുവിനും ബസ് യാത്രക്കാരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. മാളയിൽ നിന്ന് തൃശൂരിലേക്ക് പോയ കാശിനാഥൻ ബസ്സിലാണ് ചാലക്കുടിയിൽ നിന്ന് വരികയായിരുന്ന കാർ തട്ടിയത്. അപകടത്തിൽ ബസിന്റെ പിന്നിലെയും കാറിന്റെ മുൻവശത്തെയും ടയറുകൾ പൊട്ടിയിട്ടുണ്ട്. മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ പുതുക്കാട് ക്യാമ്പ് ഓഫീസിൽ മോഷണ ശ്രമം. കെട്ടിടത്തിന്റെ ഓടുകൾ പൊളിച്ചാണ് മോഷണ ശ്രമം നടന്നിരിക്കുന്നത്. ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകളും രേഖകളും വലിച്ചെറിഞ്ഞ നിലയിലാണ്. രാവിലെ കെട്ടിടയുടമയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. വീടിന്റെ പുറകുവശത്തെ സ്റ്റോർ റൂമിൽ നിന്നും ഗോവണി കൊണ്ടുവന്നാണ് ഓട് പൊളിച്ചിരിക്കുന്നത്. വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. റൂറൽ SP KP വിജയകുമാരൻ, ചാലക്കുടി ഡിവൈഎസ്പി K ലാൽജി എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു.
തൃശൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അകത്ത് കടന്ന പോലീസ് നായ ഓഫീസിന്റെ പുറകിലൂടെ പോയി മുൻപിലുള്ള ബസ് സ്റ്റോപ്പിലാണ് വന്നു നിന്നത്. തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവമറിഞ്ഞ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, CPM കൊടകര ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ ഓട്ടോ കത്തി നശിച്ചു. ആലിക്കൽ വീട്ടിൽ സുദർശനന്റെ ഓട്ടോയാണ് കത്തി നശിച്ചത്. ഓട്ടോയുടെ ഒരു വശം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. പ്രദേശവാസികൾ ചേർന്നാണ് തീയണച്ചത്. ഓട്ടോ തീവച്ച് നശിപ്പിച്ചതാണെന്നും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാടാനപ്പള്ളിയിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വീട്ടമ്മയുടെ മാല കവരാൻ ശ്രമിച്ച തമിഴ് യുവതിയെ വീട്ടമ്മയും പോലീസും ചേർന്ന് പിടികൂടി. തമിഴ്നാട് സ്വദേശി മരിയ ആണ് പിടിയിലായത്. വാടാനപ്പള്ളി സ്വദേശി കാഞ്ചനയുടെ 5 പവൻ തൂക്കമുള്ള മാലയാണ് കവരാൻ ശ്രമിച്ചത്. മാല പൊട്ടിക്കാൻ ശ്രമിച്ച യുവതിയെ തടഞ്ഞു നിർത്തിയ വീട്ടമ്മ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവതിയെ ചാവക്കാട് കോടതി റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടി സർക്കാർ LP സ്കൂളിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചുമാറ്റിയ സംഭവത്തിൽ പഞ്ചായത്ത് ഭരണസമിതി കൂട്ടുനിന്നുവെന്നാരോപിച്ച് ഇടതുപക്ഷ യുവജന സംഘടന പ്രതിഷേധ മാർച്ച് നടത്തി. വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും തുടർന്ന് നടന്ന ധർണയും CPM ഏരിയ കമ്മിറ്റി അംഗം OB സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. AIYF നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം KA ശിവദാസ് അധ്യക്ഷത വഹിച്ചു. M നന്ദീഷ്, കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. PC അബാൽമണി, KT റിനോൾഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. മറ്റത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശത്തുമുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ടോൾ പ്ലാസ സൗജന്യ പാസ് ചില ഭാഗങ്ങളിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR ഔസേപ്പ്, പഞ്ചായത്ത് അംഗം AK പുഷ്പാകരൻ, ഗോപാലകൃഷ്ണൻ മാടപ്പാട്ട്, സജീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. എരവത്തൂരിൽ ചായക്കടയുടെ മുന്നിൽ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുള്ള അടിപിടിയിൽ 2 പേർക്ക് പരിക്ക്. എരവത്തൂർ സ്വദേശികളായ മോഹനൻ, അനൂപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് എരവത്തൂർ സ്വദേശി താണിക്കത്തുപറമ്പിൽ റൂബിൻ, ചാലക്കുടി സ്വദേശികളായ കളപ്പാട്ടിൽ വിഷ്ണു, സഹോദരൻ ബിനിൽ എന്നിവരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമത്തിനും പോലീസ് കേസെടുത്തു. കടുത്ത വേനലിൽ തളിരിലകൾ വാടുമ്പോൾ അശോകത്തിനിത് പൂക്കാലം. തിരുവോരങ്ങളിൽ തണലും ചുവന്ന പരവതാനിയും വിരിക്കുന്ന അശോകമരങ്ങൾ വരണ്ട കാലാവസ്ഥയിലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് നവാസ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡിസ്റ്റിങ്ഷ്ഡ് വിസിറ്റിംഗ് സ്കോളർ പുരസ്കാരത്തിന് അമേരിക്കയിലെ മലയാളി പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ പോൾ അർഹനായി. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള വിദേശ സർവകലാശാല പ്രൊഫസർമാർക്ക് നൽകിവരുന്ന പുരസ്കാരമാണിത്. 1,40,400 രൂപയാണ് പുരസ്കാര തുക. ബിസിനസ് മാനേജ്മെന്റ് രംഗത്തെ പ്രതിഭയായ ഡോക്ടർ ജസ്റ്റിൻ പോൾ മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശിയാണ്. ഫ്ലോറിഡയിലെ റോളിൻസ് കോളേജിൽ പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ച് വരികയാണ് 44-കാരനായ ഡോക്ടർ ജസ്റ്റിൻ പോൾ. കാലവർഷം തകർത്തെറിഞ്ഞ വീട്ടിൽ പ്രാണഭീതിയോടെ ദമ്പതികൾ. വീടിന്റെ അറ്റകുറ്റപ്പണികളെങ്കിലും ചെയ്തു തന്ന് തങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അന്തിക്കാട് പടിയം സ്വദേശി കൃഷ്ണനും ഭാര്യയും. ഏത് സമയത്തും തകർന്നു വീണേക്കാവുന്ന ഓടിട്ട വീട്ടിൽ പ്രാണഭയത്തോടെയാണ് ചെറുവത്തേരി വീട്ടിൽ കൃഷ്ണനും ഭാര്യ ഗൗരിയും താമസിക്കുന്നത്. പ്രളയകാലത്തുണ്ടായ കാലവർഷക്കെടുതിയിലാണ് കൃഷ്ണന്റെ വീട് തകർന്നത്. കാലവർഷക്കെടുതിയിൽപ്പെട്ടവർക്കെല്ലാം സഹായധനം എത്തിയപ്പോൾ
തനിക്ക് മാത്രം ഒന്നും ലഭിച്ചില്ലെന്ന് ഇവർ പറഞ്ഞു. പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും നാശനഷ്ട കണക്കുകൾ ശേഖരിച്ചുകൊണ്ടുപോയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ നിരത്തി തങ്ങളെ ഒഴിവാക്കിയതായാണ് പരാതി. വീട് വീണതിന് ശേഷം പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ശരിയാക്കി തരുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നീങ്ങി. പക്ഷേ ഒരു കാര്യം ഈ നേരം വരെ നമുക്ക് സഹായിച്ചില്ല. കളക്ടറെ കാണണം, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം കളക്ടറെ വിളിച്ചു. കളക്ടർ എന്താണെന്ന് വെച്ചാൽ നോട്ടീസ് തന്നു. വില്ലേജിൽ നിന്ന് നോട്ടീസായിട്ട് ബന്ധപ്പെട്ട് ചെന്ന് സംസാരിച്ചിട്ട് നോക്കിയപ്പോഴും അടുത്ത് ശരിയാവും എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു മറുപടിയും കിട്ടിയില്ല. വാർദ്ധക്യ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഇവർക്ക് വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഓടിട്ട വീടിന്റെ മുക്കാൽ ഭാഗവും മഴയിലും കാറ്റിലും തകർന്നു. അടുക്കളയും മുറികളും തുടങ്ങി ഭൂരിഭാഗവും നിലം പൊത്തിയ നിലയിലാണ്. ഉള്ള 2 മുറികളിലായി തിങ്ങിഞ്ഞെരുങ്ങിയാണ് ഇവരുടെ താമസം. ഇനിയൊരു ശക്തമായ മഴയെ താങ്ങാനുള്ള കരുത്ത് ഇവരുടെ വീടിനില്ല. ആദ്യ ഭാര്യയിലുണ്ടായ മകളുടെ പേരിലാണ് ഇവരുടെ സ്ഥലം എന്നതിനാൽ ഇവർക്ക് ആനുകൂല്യം നൽകാനാകില്ല എന്നതാണ് പഞ്ചായത്ത് നിലപാട്. അതേസമയം കൃഷ്ണനും അദ്ദേഹത്തിന്റെ മകളും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് ധനസഹായം അനുവദിക്കാൻ കാലതാമസം എടുത്തതെന്ന് വാർഡ് മെമ്പർ സുമാ സന്തോഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം നാട്ടുകാരിൽ നിന്നും പിരിവിട്ട് വീട് വാസയോഗ്യമാക്കാനാണ് പദ്ധതിയെന്നും മെമ്പർ പറഞ്ഞു. TCV ന്യൂസ്, അന്തിക്കാട്. വെയിലിനെ തോൽപ്പിക്കുന്ന കളിച്ചൂട് പരക്കുകയാണ് തീരമേഖലയിൽ. പഠനത്തിന് അവധി പ്രഖ്യാപിച്ചതോടെ ഗ്രാമപ്രദേശങ്ങളിലെ തുറന്ന പ്രദേശങ്ങളെല്ലാം കളിക്കളങ്ങളായി മാറി. കൊടുങ്ങല്ലൂരിലെ തീരപ്രദേശത്ത് കായിക മത്സരങ്ങളുടെ മേളമാണ്. അതിവേനലും സൂര്യതപവുമൊന്നും കളിച്ചൂടിന് തടസ്സമാകുന്നില്ല. കടുത്ത വെയിലിൽ കളിച്ചാൽ സൂര്യതപം ഏൽക്കില്ലയെന്ന ചോദ്യത്തിന് കുട്ടികളുടെ മറുപടിയും രസകരമാണ്. നിങ്ങൾക്ക് പ്രശ്നമല്ലേ? സൂര്യതാപം ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന EVM VVPAT മെഷീനുകൾ തയ്യാറാക്കി. ചാവക്കാട് MRRM തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിംഗ്. VVPATൽ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഫീഡ് ചെയ്ത ശേഷം പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ ലോഡ് ചെയ്ത് സീൽ ചെയ്തു. കമ്മീഷനിംഗ് പൂർത്തിയാക്കിയ EVM VVPAT മെഷീനുകൾ വീണ്ടും CCTV സംവിധാനം ഉൾപ്പെടെ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും ഏർപ്പെടുത്തിയ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും. ഗുരുവായൂർ ARO PK നളിനി, തഹസിൽദാർ KV അംബ്രോസ്, ഡെപ്യൂട്ടി തഹസിൽദാർ ടോമി സെബാസ്റ്റ്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് മുൻ മന്ത്രി S. ശർമ്മ. ഇടതുമുന്നണി തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് നയിക്കുന്ന തീരദേശ പദയാത്ര വലപ്പാട് പനച്ചി ചുവടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KV പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. MLA മാരായ ഗീതാ ഗോപി, KV അബ്ദുൽ ഖാദർ, KK വത്സരാജ്, KP രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുല്ലശ്ശേരി എലവത്തൂരിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി. DCC ജനറൽ സെക്രട്ടറി PK രാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MB സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായി. ലിജോ പനക്കൽ, മുൻഷാർ വാടാനപ്പള്ളി, K. കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം DYFI സംഘടിപ്പിച്ച കലാജാഥ കയ്പമംഗലം മണ്ഡലത്തിൽ പര്യടനം നടത്തി. സമകാലീന രാഷ്ട്രീയ സംഭവങ്ങൾ കോർത്തിണക്കിയ തെരുവ് നാടകവും പ്രദീപ് പൂലാനി ചാക്യാർകൂത്തും അവതരിപ്പിച്ചു. നേതാക്കളായ KV രാജേഷ്, PH നിയാസ്, AV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. LDF ചേലക്കര നിയോജക മണ്ഡലം കലാജാഥയ്ക്ക് പാനാൾ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി. KR ഗിരീഷ്, T. ചന്ദ്രശേഖരൻ, KN നന്ദഗോപാലൻ, നിർമ്മല രവികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിൽ നിന്നും ആരംഭിച്ച റാലിയിൽ സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ അണിനിരന്നു. മുല്ലശ്ശേരി സെന്ററിൽ നടന്ന പൊതുസമ്മേളനം CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നെല്ലി MLA യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഇടതുമുന്നണി നേതാക്കളായ PK രാജൻ മാസ്റ്റർ, AK ഹുസൈൻ, ജെന്നി ജോസഫ്, NK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വേലൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. 100-ലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു.
സ്വീകരണ പരിപാടികൾക്ക് നേതാക്കന്മാരായ വി കേശവൻ, സുരേഷ് മമ്പറമ്പിൽ, പി കെ ശ്യാംകുമാർ, രവീന്ദ്രൻ അമ്പക്കാട്ട്, സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. വലതുകര കനാലിൽ വെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകി. കനാൽ വെള്ളം വരുമ്പോൾ അഷ്ടമിച്ചിറ, കോട്ടവാതിൽ, കൊടവത്തുകുന്ന്, വൈന്തോട് പ്രദേശങ്ങളിലും കാവനാട്, മാള എന്നീ പ്രദേശങ്ങളിലെയും രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും. സോയി കോലഞ്ചേരി, ജോഷി പെരേപ്പാടൻ, വിനോദ് വിധേയത്തിൽ എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS ടീം സേവന സ്പർശവുമായി അന്തിക്കാട് ആയുർവേദ ആശുപത്രിയിൽ എത്തി. ആശുപത്രി സന്ദർശനം നടത്തിയ ടീം അംഗങ്ങൾ ആശുപത്രിയിലെ കട്ടിലുകൾ, ഗ്രില്ലുകൾ, ബെഡ്, ഷെൽട്ടറുകൾ എന്നിവ പെയിന്റ് ചെയ്ത് നവീകരിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK ഗീത വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. പുനർജനി ക്യാമ്പിന്റെ ഭാഗമായി നടന്ന നവീകരണ പരിപാടിക്ക് ടീം കോർഡിനേറ്റർ കൃഷ്ണകുമാർ, പ്രോഗ്രാം കൺവീനർ അനിൽ M, അജിത, വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരുണ്യത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസേ പിതാവിന്റെ മധ്യസ്ഥ തിരുനാളിന് ഒരുക്കങ്ങൾ തുടങ്ങി. മെയ് 3-ന് തിരുനാൾ കൊടിയേറ്റത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 10, 11, 12 തീയതികളിലാണ് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യോസേ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാളിന് മുന്നോടിയായി തീർത്ഥകേന്ദ്രത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിലേക്ക് സൗജന്യ ഡയാലിസിസിന് നിലവിലുള്ള 5 ഡയാലിസിസ് യന്ത്രങ്ങൾക്ക് പുറമെ 2 കൂടി നൽകും. ജാതിമത ഭേദമന്യേ ഭവനരഹിതർക്ക് നൽകുന്നതിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന 8 കാരുണ്യ ഭവനങ്ങളുടെ താക്കോൽദാനവും 14 ലക്ഷം രൂപ ചെലവിൽ പുതുതായി നിർമ്മിക്കുന്ന 2 ഭവനങ്ങളുടെ കല്ലിടൽ കർമ്മവും അടുത്ത മാസം നടക്കുമെന്ന് തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ പറഞ്ഞു. തിരുനാൾ ദിവസങ്ങളിൽ തീർത്ഥകേന്ദ്രം പാരിഷ് ഹാളിൽ 2.5 ലക്ഷം പേർക്ക് നേർച്ചയൂട്ട് ഒരുക്കുന്നുണ്ട്. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ, മാനേജിംഗ് ട്രസ്റ്റി VO ജെയിംസ്, OJ ജസ്റ്റിൻ, NJ ലിയോ, OJ ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും ആമയെ പിടിച്ചയാളെ വനപാലകർ അറസ്റ്റ് ചെയ്തു. പരിയാരം സ്വദേശി പാത്രക്കട വീട്ടിൽ ബാബുവിനെയാണ് വാഴച്ചാൽ റേഞ്ച് ഓഫീസർ അജികുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഡാം റിസർവോയറിൽ നിന്നും പിടിച്ച ആമയെ വിൽക്കാനായിരുന്നു ഇയാളുടെ ശ്രമം. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ MP വർഗീസ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MR രമേശ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി തൃശൂർ ജില്ലാ 2ാം ഘട്ട സാങ്കേതിക പഠന ക്ലാസ് ചാവക്കാട് മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ കാസിം കോയ പൊന്നാനി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രെയിനർ സലീം ഹാജി തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു. ട്രെയിനർ അബൂബക്കർ ഹാജി, ഹാഫിള് ത്വാഹ സഖാഫി, സുലൈമാൻ അസ്ഹരി തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ 1994 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുൻ അധ്യാപിക P പവിഴം ഉദ്ഘാടനം ചെയ്തു. കണ്ണൻ ജയൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ KK ഹരീഷ് കുമാർ, TK ലിസി, PG നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വഴിയൊരുക്കി നാട്. മംഗലാപുരത്തുനിന്നും എറണാകുളത്തേക്ക് 400 കിലോമീറ്റർ പിന്നിട്ടത് 5.5 മണിക്കൂറിൽ. ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇരിങ്ങാലക്കുടയിൽ അമ്മയെ മകൻ തീവച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മകൻ വിഷ്ണു പോലീസ് കസ്റ്റഡിയിൽ. ഏങ്ങണ്ടിയൂർ ചിപ്ലിമാട് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ ഒഴിഞ്ഞ കുടങ്ങളുമേന്തി വീട്ടമ്മമാരുടെ പ്രതിഷേധം. ഏങ്ങണ്ടിയൂർ ഏത്തായിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. കുന്നുകുളം ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.